അലയൻസ് അരീനയിൽ കൺഫെറ്റി മഴ പെയ്തപ്പോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ ആവേശത്തോടെ ട്രോഫി ഉയർത്തിപ്പിടിച്ച് വിജയം ആഘോഷിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകളുടെ ഒഴുക്കാണ് മറ്റൊരു കാര്യം. മത്സരത്തിൽ ആദ്യം ലീഡെടുത്തത് സ്പെയിനാണ്. 21-ാം മിനിറ്റിൽ പോർച്ചുഗൽ പ്രതിരോധ നിരയ്ക്ക് പറ്റിയ ഒരു പിഴവ് മുതലെടുത്ത് മാർട്ടിൻ സുബമെൻഡി അനായാസം വല കുലുക്കി. എന്നാൽ ആ ലീഡിന് അധികം ആയുസുണ്ടായില്ല എന്ന് പറയുന്നതാവും ശരി. വെറും 5 മിനിറ്റിനകം പോർച്ചുഗൽ തിരിച്ചടിച്ചു. ന്യൂനോ മെഡൻസ് ഉനായിയെ കബളിപ്പിച്ച് വലയും വിദൂര കോണിലേക്ക് ഒരു താഴ്ന്ന ഷോട്ട് തൊടുത്തുവിട്ടു. സ്കോർ 1-1. എന്നാൽ മൈക്കൽ സ്പെയിനിന് വീണ്ടും ലീഡ് സമ്മാനിച്ചു. കഴിഞ്ഞ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയ ഗോൾ നേടിയ അതേ മാന്ത്രിക സ്പർശത്തോടെ ഒയാർസബാൽ ഇടവേളയ്ക്ക് മുൻപ് ലാ റോജയെ മുന്നിലെത്തിച്ചു. പക്ഷേ പോർച്ചുഗലിന് ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് റൊണാൾഡോ തന്നെയാണ്. ആ രീതിയിലായിരുന്നു പിന്നീടുള്ള കളി. നിർണായക നിമിഷത്തിൽ മാർക്ക് കുക്കുറെല്ലയെ സമർത്ഥമായി മറികടന്ന മെൻഡസിനെ ക്രോസിൽ നിന്ന് ഒരു വോളിയിലൂടെ റൊണാൾഡോ പോർച്ചുഗലിന് വീണ്ടും സമനില നേടിക്കൊടുത്തു. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ 138ാമത്തെ രാജ്യാന്തര ഗോളായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ തണുപ്പൻ പ്രകടനവും ചരിത്രവും നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ 2-2 എന്ന നിലയിൽ നിന്നതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. ഇവിടെ പോർച്ചുഗൽ കളിക്കാർ സമ്മർദ്ദമില്ലാതെ കളി മെനഞ്ഞു. ഗൊങ്കലോ, വിറ്റിൻഹ, ബ്രൂണോ, ന്യൂനോ മെൻഡിസ് എന്നിവരെല്ലാം പിഴവുകളില്ലാതെ പന്ത് വലയിലെത്തിച്ചു. മറുവശത്ത് സ്പെയിനിന്റെ മൊറാറ്റോയുടെ ദുർബലമായ ഷോട്ട് ഡിയോഗോ കോസ്റ്റയുടെ കൈകളിൽ ഒതുങ്ങിയത് സ്പെയിന് തിരിച്ചടിയായി. ഒടുവിൽ നെവസ് ആ ചരിത്രപരമായ കിക്ക് ഗോളാക്കി മാറ്റിയപ്പോൾ 2 നേഷൻസ് ലീഗ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായി പോർച്ചുഗൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം നേടി.